ആണ് നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുടെ ആറോളം വിമാനങ്ങൾ ഇതിനുള്ള മുമ്പിലുള്ള തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെത്തിയ സാഹചര്യമൊക്കെ ഉണ്ട്. ചർച്ച നടക്കുമെന്ന പ്രതീക്ഷയിലാണ് അമേരിക്ക. പക്ഷേ ട്രംപിന്റെ പുതിയ മുന്നറിയിപ്പായി പുറത്തു വരുന്നത് ട്രംപിനോട് അസിം മുനീർ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അസിം മുനീറിനോടും ഒരു ബിഗ് നോയാണ് ഉപരോധം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞത് എന്ന് വ്യക്തമാകുന്നുണ്ട്. യുദ്ധം അവസാനിക്കാൻ അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി എന്നും കൂടുതൽ ബോംബുകൾ പ്രതീക്ഷിക്കണം നിങ്ങൾ ഇറാനിൽ എന്നും അസിം മുനീറിനെ ട്രംപ് അറിയിച്ചു എന്നാണ് വിവരം. ഉപരോധം ഇറാനെ ഇല്ലാതാക്കുന്നു എന്നുള്ള ആക്ഷേപവും ട്രംപ് ഉന്നയിക്കുന്നുണ്ട്. പ്രതിദിനം $50 കോടി ഇറാന് ഉപരോധവുമായി ബന്ധപ്പെട്ട നഷ്ടമുണ്ടാകുന്നത്. സമാധാന കരാറിന് തയ്യാറാകണം, അതുവരെ ഉപരോധമുണ്ടാകും. അതായത് ഉപരോധം ആദ്യം കരാർ, പിന്നീട് ഉപരോധം പിൻവലിക്കാം. ഇറാന്റെ ന്യായമെന്ന് പറഞ്ഞാൽ ആദ്യം ഉപരോധം പിൻവലിക്കൂ, പിന്നെ കരാറിലേക്ക് എത്താം. അങ്ങനെ ഒരു തരത്തിലും ആരും വഴങ്ങാത്ത പശ്ചാത്തലം. അമേരിക്ക യുദ്ധം ജയിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നു. വെടിനിർത്തൽ കരാർ ചൊവ്വാഴ്ച വൈകിട്ടത്തോടെ ഇന്ന് അവസാനിക്കാനിരിക്കെ കടുത്ത മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കരാറിലെത്താതെ വെടിനിർത്തൽ സമയം തീർന്നാൽ നിരവധി ബോംബുകൾ പൊട്ടാൻ തുടങ്ങുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞാൽ എന്തു സംഭവിക്കുമെന്ന ചോദ്യത്തിന് ഈ ഒരു മറുപടി പറയുകയായിരുന്നു. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ പാടില്ല, അതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. ഈ വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ല. ഒപ്പം ചർച്ചകളിൽ ഇറാൻ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടെങ്കിലും തൻ്റെ സംഘത്തെ അയക്കുമെന്നും ട്രംപ് ഉറപ്പിച്ച് പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അജയ് സുധാ ബിജു, കൂടുതൽ ബോംബുകൾ പൊട്ടും എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നു. ആണവ ആയുധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാശി തുടരുകയും ചെയ്യുകയാണ് ട്രംപ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അമേരിക്ക ഇത്തരത്തിൽ ഈ കടുംപിടുത്തങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്.